ഗിരിയേട്ടാ, ഗിരിയേട്ടാ, എന്തിനാ എന്നെ കാണുമ്പോ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്ന? ഗിരിയേട്ടന് എന്തോ വലിയ തെറ്റെയ്ത പോലെയാണല്ലോ പെരുമാറുന്നത്. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ പ്രീതി. എനിക്ക് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാ എനിക്ക് മഞ്ജുവിനെ പോലൊരു ഭാര്യയെ കിട്ടിയത്. ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിന്റെ കൂടെ സന്തോഷം നിറഞ്ഞൊരു കുടുംബജീവിതം സ്വപ്നം കണ്ട ഞങ്ങളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെക്കുറിച്ച് നാട്ടുകാരും അവളുടെ കൂടെ ജോലി ചെയ്യുന്നവരും എന്തിന് മഹിമ പോലും കുറ്റം പറയുമ്പോ എനിക്ക് വേണ്ടി വാദിച്ചവളാ മഞ്ജു. അപ്പോഴൊക്കെ അവൾക്കൊരു കാര്യത്തിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ അവളെ ഒരിക്കലും ചതിക്കില്ല എന്ന്. ആ വിശ്വാസമാണ് ഞാൻ തകർത്തത്. ഞാൻ ചെയ്ത തെറ്റിന് ദൈവം ഒരിക്കലും എന്നോട് പൊറുക്കില്ല. ഇങ്ങേരെന്തിനാ മഞ്ജുവിനോട് ഇത്ര ആത്മാർത്ഥത കാണിക്കുന്നേ? ഇങ്ങനെയുണ്ടോ ആണുങ്ങള്? സാരമില്ല, ഇനി എന്നെ ഇതേ ആത്മാർത്ഥതയോടെ സ്നേഹിച്ചാ മതി. തൽക്കാലം കുറച്ച് സെന്റി അടിച്ച് സഹതാപം പിടിച്ച് പറ്റിയില്ലെങ്കിൽ ഗിരിയേട്ടൻ എന്റെ മുഖത്ത് പോലും നോക്കാത്ത അവസ്ഥയാവും. ഗിരിയേട്ടൻ എന്തിനാ ഇത്രയും വിഷമിക്കുന്നത്? അന്ന് നടന്നതെല്ലാം മദ്യലഹരിയിൽ ഗിരിയേട്ടനെ പറ്റിയൊരു അബദ്ധം മാത്രമാണ് നേട്ടം പറഞ്ഞല്ലോ. അല്ലെങ്കിലും സ്വബോധത്തിൽ ഗിരിയേട്ടൻ എന്നെപ്പോലൊരു പെണ്ണിനോട് സംസാരിക്കുക പോലും ഇല്ലല്ലോ. പ്രീതി എന്തൊക്കെയായി പറയുന്നത്? എന്റെ കൂടെ ഗിരിയേട്ടൻ ചെലവഴിച്ച നിമിഷങ്ങൾ വലിയൊരു ഭാഗ്യമായിട്ടാ ഞാൻ കാണുന്നത്. ഗിരിയേട്ടന് പക്ഷേ അത് വേറൊരു തെറ്റ് മാത്രമാ. അയ്യോ, ഞാൻ പ്രീതിയെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്ക് മനസ്സിലാവും ഗിരിയേട്ട. പ്രീതി, എനിക്ക് നിന്നോട് ബഹുമാനം മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും സ്വതന്ത്രനായി അഭിമാനത്തോടെ ഈ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി നീയാണ്. ആ നന്ദി എനിക്ക് ജീവിതകാലം മുഴുവൻ പ്രീതിയോടുണ്ടാവും. ഞാൻ പ്രീതിയോട് ചെയ്തത് ഒരു വലിയ തെറ്റ് തന്നെയാ. അതിനെന്നോട് ക്ഷമിക്കണം. ഏയ്, ഗിരിയേട്ടൻ എന്നോട് ക്ഷമ ചോദിക്കരുത്. അന്ന് സംഭവിച്ചതെല്ലാം എന്റെ സമ്മതത്തോടു കൂടിയാ. ഞാൻ ഗിരിയേട്ടനെ ഒരു തരത്തിലും കുറ്റപ്പെടുത്തുന്നില്ല. ഗിരിയേട്ടൻ ഇങ്ങനെ എന്റെ മുഖത്ത് നോക്കാതെ നടക്കുമ്പോഴാണ് എനിക്ക് വിഷമം കൂടുന്നത്. ദയവേത് എന്നോട് അങ്ങനെ പെരുമാറരുത്. എന്തായിരുന്നു രണ്ടുപേരും സംസാരിച്ചത്? ഒന്നുമില്ലമ്മേ. കണ്ടിട്ട് എന്തോ ഗൗരവമുള്ള കാര്യം സംസാരിക്കുന്നത് പോലെ ഉണ്ടായിരുന്നല്ലോ. ഗിരി, സത്യം പറയടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദേ, പെണ്ണുങ്ങളുമായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നാണക്കേട് പേടിച്ച് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കരുത്. അത് അബദ്ധമാണ്. ഒരു പ്രശ്നമില്ലമ്മേ.